بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും മരിച്ചുപോയവരെയും ഉൾപ്പെടുത്തട്ടെ. പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. ഗുരുവിനോടുള്ള ഭക്തി ബഹുമാനം പഴയ കാലത്ത് നന്നായിട്ടുണ്ടായിരുന്നു. പുതിയ തലമുറ സൗഹൃദം എന്ന പേരിൽ അവരോടുള്ള ആദരവിൻ്റെ പരിപൂർണത കാണാതെ പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അലിഫ് പഠിപ്പിച്ച അധ്യാപകൻ്റെ വില എന്ത് എന്ന് പഴയ കാലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾക്കൊക്കെ നല്ല ബോധ്യമുണ്ട്. ഗുരുനാഥൻ എത്ര ചെറുതാണെങ്കിൽ പോലും ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഗുരുനാഥനെ പ്രായത്തിനപ്പുറം കടന്നുള്ള ബഹുമാനം. ഗുരുനാഥന് പ്രായം കുറവായിരിക്കും, പക്ഷെ ബഹുമാനം അതിനപ്പുറം. പ്രായമുള്ള ആളാണ്, ഗുരുവിനേക്കാൾ പ്രായമുള്ള ആളാണ് ശിഷ്യനെങ്കിൽ പോലും അവിടെ പ്രായത്തെ അല്ല പരിഗണിക്കുക, ഗുരുനാഥന്റെ അറിവിനെയും ഗുരുനാഥനെയുമാണ് പരിഗണിക്കുക. പ്രായം കുറഞ്ഞ ആളെ പ്രായം കൂടിയ ആള് ഗുരുനാഥൻ എന്ന നിലയിൽ ബഹുമാനിച്ചേ പറ്റൂ. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏറെ ചർച്ച ചെയ്യേണ്ട മഹാന്മാരുടെ ജീവിതങ്ങളോട് താരതമ്യം ചെയ്തുള്ള ചർച്ചകൾ നമ്മുടെ പുതിയ തലമുറയിൽ വേണമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഗുരു ശിഷ്യ ബന്ധങ്ങളുടെ ഇന്നത്തെ അവസ്ഥ. പൊതുവെ പറയാറുണ്ട്, ഗുരുത്വം കേട് സംഭവിക്കാതെ നോക്കണം, ഗുരുത്തക്കേട് കിട്ടാന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടോ? ഉണ്ട് എന്നുള്ളതാണ്. ഗുരുനാഥന്റെ പൊരുത്തം കിട്ടാതെ വരുന്ന ഒരവസ്ഥ. പൊരുത്തമുണ്ടാവണം എന്നുള്ളത് ഏതൊരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് പരസ്പരം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തം വേണമെന്നുള്ളത്. എങ്കിൽ അറിവിന്റെ മേഖലയിൽ തന്നെ നയിച്ച, തനിക്ക് നേതൃത്വം തന്ന പ്രിയപ്പെട്ട ഗുരുനാഥനോട് ഒരു പൊരുത്തക്കേട് അദ്ദേഹത്തിൽ നിന്നും സമ്പാദിക്കുക എന്നത് വലിയ നഷ്ടമാണ്. മഹാന്മാരായ ഇന്നലകളിൽ ജീവിച്ച മഹത്തുക്കൾ അവരുടെ ഗുരുവര്യന്മാരോട് കാണിച്ച അദബുകളെ കുറിച്ചൊക്കെ ഒരുപാട് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. ഒരു ഗുരുനാഥനോട് എങ്ങനെയാണ് അദബ് ഉണ്ടാവുക? മഹാനായ ഇമാം ഗസാലി പറയുന്നുണ്ട്, മഹാനായ സ്വഹാബി അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഒരു ഉദ്ധരണി ഇമാം ഗസാലി പറയുന്നുണ്ട്. മഹാനായ ഇമാം നവവി അദ്ദേഹത്തിന്റെ അത്തിബിയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തുന്നതായും കാണാം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, മിൻ ഹഖ്ഖിൽ ആലിമി അലൈക അൻ തുസല്ലിമ അലൽ ഖൗമി ആമതൻ വതഖുസ്സഹു ബിത്തഹിയ്യ. ഒരു ആലിമിനോട് അല്ലെങ്കിൽ ഒരു ഗുരുനാഥനോട് നിന്റെ സാധാരണ സമ്പർക്കത്തിൽ നീ പാലിക്കേണ്ട അദബ് എങ്ങനെയെന്നറിയോ? അലി റളിയല്ലാഹു അൻഹു പറയാണ്, എല്ലാവരും കൂടി നിൽക്കുന്നു, കൂട്ടത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന നമ്മുടെ ഗുരുനാഥനുണ്ട്, ഉസ്താദുണ്ട്, അധ്യാപകനുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടിയിട്ട് നമ്മൾ ആ വന്ന വഴി ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞു. ഗുരുനാഥന്റെ അടുത്ത് നിന്നിട്ട് പ്രത്യേകം വേറെ ഒരു അസ്സലാമു അലൈക്കും എപ്പോഴാ വന്നത്, അങ്ങനെ പ്രത്യേകം ഒരു സലാം ഗുരുനാഥന്റെ അടുത്ത് നിന്ന് ചൊല്ലൽ ഒരു അദബാണ്. ചൊല്ലിന്ന് വെച്ച പ്രശ്നമുണ്ടോ? ഇല്ല. എല്ലാവർക്കും കൂടിയിട്ട് ഒറ്റ സലാം പറഞ്ഞാൽ മതി. ഗുരുനാഥന് പ്രത്യേകം അടുത്ത് ചെന്നുകൊണ്ട് ഒരു സലാം ചൊല്ലൽ അദബാണെന്ന് സയ്യിദുനാ അലി. ഇനി കേട്ടോളൂ, ഗുരുനാഥന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മാറി നിൽക്കാൻ പാടില്ല, നേരെ മുന്നിലിരിക്കണം. മനസ്സിലായില്ല? അദ്ദേഹത്തിന് കാണത്തക്ക രീതിയിൽ ഒരു സൗകര്യപ്പെട്ട് ഗുരുനാഥന്റെ മുന്നിൽ ശിഷ്യൻ നേരെ ഇരിക്കണം. എവിടെയൊക്കെ അവിടെ മൂലൊക്കെ പോയി അങ്ങോട്ട് ഇരിക്കുക അതൊന്നുമില്ല, നേരെ മുന്നിലിരിക്കണം. അതാണ് അദബ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ തുശീറന്ന ഇൻദഹു ബിയദിക. ഗുരുനാഥന്റെ മുന്നിൽ വെച്ച് കൈ കൊണ്ട് സംസാരിക്കാൻ പാടില്ല. ഇതൊക്കെ വാപ്പാടും മുന്നില് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഗുരുനാഥന്റെ മുന്നിൽ, ആലിമിന്റെ മുന്നിൽ കൈ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല.
മാത്രവുമല്ല വലാ തഅ്മിദന്ന ബിഐനിക ഗൈറ, ഗുരുനാഥൻ എന്തെങ്കിലും ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ അങ്ങോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുക, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും അതൊക്കെ അദബ് കേടിൽപ്പെട്ടതാ. അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല. വലാ തഖൂലന്ന, ഗുരുനാഥനോട് പറയാൻ പാടില്ല ഖാല ഫുലാനൻ ഖിലാഫ ഖൗലി, അതെന്തൂട്ട് വർത്താന ഉസ്താദെ പറഞ്ഞു, ഇല്ല മറ്റേ ആൾ അങ്ങനെയാണല്ലോ പറഞ്ഞത്. അങ്ങനെ മറ്റൊരാള് അങ്ങ് പറഞ്ഞതിന്റെ എതിര് പറഞ്ഞല്ലോ എന്ന് പറയൽ, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയൽ, അത് അദബ് കേടാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആശ്രയിച്ച് നിൽക്കുന്ന പോലെ, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയ പോലെ അങ്ങനെയല്ല പറയാം. വേറെ വല്ല അഭിപ്രായങ്ങളും ഈ വിഷയത്തിലുണ്ടോ, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയാമെന്നല്ലാതെ മറ്റൊരാൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെന്താ ഇങ്ങനെ പറഞ്ഞ, അങ്ങനത്തെ വർത്താനങ്ങളൊന്നും പറയാൻ പാടില്ല. മാത്രവുമല്ല വലാ തഗ്താബന്ന ഇൻദഹു അഹദാ, ഗുരുനാഥന്റെ മുന്നിൽ വെച്ച് മറ്റൊരാളുടെ ഗീബത്ത് പറയാൻ പാടില്ല. ഗീബത്ത് പറയൽ തെറ്റാണ്. ആ തെറ്റ് ആരുടെ മുന്നിൽ ചെയ്യാൻ പാടില്ല. അങ്ങനെ ധാരാളം പ്രത്യേകതകള്, ധാരാളം അദബുകള് മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഗസാലി പറയുന്നുണ്ട്. ഇമാം നബവി അവിടുത്തെ തിബിയാനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ അത്രത്തോളം ഗുരുഭക്തി വേണം, ഗുരുവിനെ ആദരിക്കണം. അങ്കണവാടിയിൽ അക്ഷരം പറഞ്ഞു കൊടുത്ത ടീച്ചറാണെങ്കിൽ പോലും ആദരിക്കണമെന്നാ ഇസ്ലാം പഠിപ്പിച്ചത്. നമ്മുടെ മക്കളെന്ന് എന്താണെന്നറിയോ, സ്കൂളിൽ കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരു പേരുണ്ട്. ആ ടീച്ചർക്ക് അറിയില്ല അത് അങ്ങനെ ഒരു പേര് ടീച്ചർക്കുള്ളതായിട്ട്. കെമിസ്ട്രി പഠിപ്പിക്കുന്ന ടീച്ചർക്ക് ഒരു പേരുണ്ട്. ടീച്ചറുടെ അച്ഛനും അമ്മയും ആ പേരിട്ടതല്ല. ആ ടീച്ചർക്ക് അറിയില്ല അങ്ങനെ ഒരു പേരുള്ളവര്. ഈ പിള്ളേര് വിളിക്കുന്നത് ടീച്ചർമാരെയൊക്കെ ഇരട്ട പേരാ അല്ലെ, വെട്ടുപോത്ത്, അല്ലെങ്കിൽ കാട്ടുകോഴി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പേരുകള്. വിവരമില്ലാത്ത കാലഘട്ടത്തില് നമ്മളത് വിളിച്ചു പോയിട്ടുണ്ടോ അല്ലെ? നല്ല തല്ല്, നല്ല ദേഷ്യമൊക്കെ ഉള്ള അധ്യാപകനാണെങ്കിൽ അദ്ദേഹത്തെ വേറൊരു പേരെ വിളിക്കാം. ഇത്തിരി മീശൊക്കെ കട്ടിന്റെ വീരപ്പൻ എന്ന് വിളിക്കാം. ഒരു വെളുത്ത ടീച്ചറാണ് വരണമെങ്കിൽ പറയും വെള്ളപ്പാറ്റ. അങ്ങനെ ഓരോ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഓർക്കുമ്പോൾ ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. ഇതിപ്പോ ഉസ്താദ്മാർക്കും ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇത്ര ഉണ്ടാവില്ല. അത് 2 മണിക്കൂറുള്ളൂ മദ്രസ. അതുകൊണ്ട് അവരും 1 മണിക്കൂർ കൂടി കൂടുതലിട്ട് ചിലപ്പോൾ പേര് വേറെ വരും. മറ്റത് 8 മണിക്കൂർ 7 മണിക്കൂർ സ്കൂൾ ഉണ്ടല്ലോ. അധ്യാപകരെ ഇരട്ട പേര് വിളിച്ച ഭയങ്കര അദബ് വേണം. മക്കളെ വിളിച്ചിട്ട് പറയണം, മക്കളെ കുട്ടികളൊക്കെ ഇരട്ടപ്പേര് വിളിക്കണം. നിങ്ങൾ അനുഭവത്തിലുണ്ടാവും. നിങ്ങൾ അവരെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ കണക്ക് ടീച്ചർ, മാത്സ് പഠിപ്പിക്കണ ടീച്ചർ, സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ എന്നല്ലാതെ അവരുടെ പേര് പോലും ഉച്ചരിക്കുന്നതിൽ ഒരു അദബ് വേണം. അവിടെ മതം പോലുമില്ല. മത നിയമം പറയുന്നു, അവിടെ മതം പോലും നോക്കാതെ ഗുരുവിനെ ആദരിക്കണമെന്ന് മഹാന്മാർ അവരുടെ ഗുരുനാഥന്മാരോട് കാണിച്ച അദബുകൾ നോക്കിക്കോളും. കാന ശാഫിഈ റളിയല്ലാഹു അൻഹു യഖൂൽ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കേട്ടോളൂ. കുന്തു ഖല്ലിബുൽ വറഖ ബൈന യദൈ മാലികിൻ, മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണല്ലോ ഇമാമുന ശാഫിഈ. മാലിക്കി മദ്ഹബിലെ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മാലിക് ഇമാമിന്റെ മുന്നിൽ വെച്ച് കിതാബിന്റെ പേപ്പർ മറിക്കുമ്പോ, കിതാബിന്റെ താളുകൾ മറിച്ചിടുമ്പോ, പേജ് ഇങ്ങോട്ട് മറിക്കുമ്പോ ഇമാം ഷാഫി പറയാ, ഞാൻ മറിച്ചിരുന്നു. പേജ് മറിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ? തഖ്ലീബൻ റഖീഖാ, മെല്ലെ മറിക്കും. എന്തുകൊണ്ട്? ആ പേജ് മറിക്കുന്ന ശബ്ദം പോലും എന്റെ പ്രിയ ഗുരുനാഥനായ മഹാനായ ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നില് ആ ശബ്ദമുയർത്തൽ പോലും ഒരു അദബ് കേടായിരുന്നു. ഞാൻ മെല്ലെ മറയ്ക്കുമായിരുന്നു. ആര് പറയാണ്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, കിതാബ് ഓതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പേജ് മറിക്കുന്നത് പ്രിയപ്പെട്ട ഗുരുനാഥൻ കേൾക്കാതെ മെല്ലെ മെല്ലെ മറിക്കുമായിരുന്നു. എന്തുകൊണ്ട്? ഹൈബത്തൻ, പേടിയുണ്ട്. പേടി എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലുന്നുള്ള പേടിയൊന്നുമല്ല. എന്ത് പേടി? ഗുരുവിനോടുള്ള ആദരവ് കൊണ്ട് മനസ്സിൽ തോന്നിയ ഒരു പേടിയുണ്ട്. മിൻ അൻ യസ്മഅ വഖഅ, ആ പേജ് മറിഞ്ഞു വീഴുന്ന ശബ്ദം എന്റെ ഗുരുനാഥൻ കേൾക്കോ എന്നൊരു പേടി കൊണ്ടാ ഞാൻ പേജ് മറിക്കാ. ആര് പറയുന്നു? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. മഹാന്മാരങ്ങനെയായിരുന്നു. കേട്ടോളൂ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബില്
സുബഹി നിസ്കാരത്തിൽ ഖുനൂത്തില്ല. ഹനഫികൾക്ക് ഖുനൂത്തില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരിക്കൽ യാത്ര പോകുമ്പോ കൂടെ ശിഷ്യന്മാരുണ്ട്. സുബഹി നിസ്കാരത്തിന് വേണ്ടി അബൂ ഹനീഫ ഇമാമിനെ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്ന പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. ഇമാം ശാഫിഈ അവിടെ സുബഹി നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പിന്നെ പള്ളിയിലെ ഉസ്താദ് മാറിപ്പോയി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിൽ അന്ന് ഖുനൂത്ത് ഓതിയില്ല. ആ ദിവസത്തെ സുബഹി നിസ്കാരത്തെ മഹാനവറുകൾ തഖ്ലീദ് ചെയ്തത് ഹനഫി മദ്ഹബ് അനുസരിച്ച. ഇവർ തമ്മിൽ തല്ലും വഴക്കും വെക്കാനൊന്നുമില്ല. അതും ഹദീസാണ്. അബൂ ഹനീഫ ഇമാമിന്റെ ഹനഫി മദ്ഹബ് ഒരു ഹദീസാണ്. ശാഫിഈ മദ്ഹബ് മറ്റു തരത്തിലുള്ള ഹദീസുകളാണ്. ഈ ഹദീസുകളെ ക്രോഡീകരിച്ചതാണ് ഈ മദ്ഹബ്. ഹദീസുകളെ ക്രോഡീകരിക്കണമെങ്കിൽ ഹദീസ് അറിയണം. ഇന്ന് അത്രയും ഹദീസ് ഇല്ല. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ശേഷം അത്രയും ഹദീസുകളില്ല. ഗ്രന്ഥങ്ങൾ ഇങ്ങനെ നശിച്ചുകൊണ്ടിരുന്നു, ഹദീസുകളൊക്കെ ഇല്ലാതെ പോയി. അപ്പൊ ആ കാലഘട്ടത്തിൽ അവർ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്രത്തെ ഉണ്ടാക്കി വെച്ചു, പിൻഗാമികൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. 10 ലക്ഷത്തോളം ഹദീസ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മനപ്പാടുണ്ടായിരുന്നതാണ്. ഇന്ന് നമ്മൾ ഗ്രന്ഥരൂപത്തിലുള്ള ഹദീസുകളെ പരിധിയാൽ പരമാവധി ഒരു 50,000 കാണും. 10 ലക്ഷം ഹദീസും ഖുർആനും വെച്ചുകൊണ്ടാണ് അവർ അന്ന് മദ്ഹബ് എന്ന പേരിൽ ഇസ്ലാമിക കർമ്മങ്ങളെ ക്രോഡീകരിച്ചത്. ഇന്നൊരാളത് ക്രോഡീകരിക്കാൻ പോയാൽ അതിനുള്ള കഴിവുമില്ല. ഇമാം ഷാഫിയെ പോലുള്ള കഴിവുമില്ല. അത്ര ഹദീസിൽ നിന്ന് കിട്ടാനുമില്ല. മാക്സിമം പോയാൽ ഗ്രന്ഥങ്ങളിൽ തപ്പിയാൽ 50,000 കിട്ടുമെന്ന് വെറുതെ അങ്ങ് പറയാന്നുള്ളൂ. ബാക്കി 9.5 ലക്ഷം ഹദീസ് ഇന്ന് ഭൂമിയിലില്ല. ആ ഹദീസുകൾ പിന്നെ എങ്ങനെ നിലനിൽക്കുന്നു? ഈ മദ്ഹബിൽ ക്രോഡീകരിക്കപ്പെട്ട കർമ്മങ്ങളിലൂടെയും ഈ ഇമാമിയങ്ങളുടെ കൗലുകളിലൂടെയും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് മദ്ഹബ് ആ കാലഘട്ടത്തിൽ സ്റ്റോപ്പായി. പിന്നീട് മദ്ഹബ് ക്രോഡീകരിക്കാനുള്ള നിബന്ധനയിൽ ഇനി ആ അറിവുകൾ അതിനുശേഷം ഇല്ല എന്നുള്ളതാണ്. ഒരു ആലിം അങ്ങോട്ട് വഫാത്താവലോടുകൂടെ അത്ര അറിവ് ഇവിടുന്ന് പോയി. പിന്നെ ഇനിയൊരു മദ്ഹബ് വന്നാൽ തന്നെ ഈ 4 ഏതെങ്കിലും ഒന്നിനോട് ടച്ച് ചെയ്യാതെ 5ാമത് ഒരെണ്ണം വരാനില്ല. 4 മദ്ഹബിൽ ഏറെക്കുറെ എല്ലാ മദ്ഹബും ഒരഭിപ്രായം തന്നെ എല്ലാ വിഷയത്തിലും. വളരെ റയറായി 2 അഭിപ്രായം വരും. അപ്പൊ തന്നെ 3 പേര് ഒരു പക്ഷത്ത് ഒരാളപ്പുറ, അല്ലെങ്കിൽ 2 പേര് ഒരു പക്ഷത്ത് 2 പേരപ്പുറ. വളരെ റയറായി 3 അഭിപ്രായം വരും. അപ്പോ 2 പേര് ഒരു പക്ഷത്ത്, ഓരോരുത്തരും ഓരോ അഭിപ്രായത്തിൽ നിൽക്കും. വളരെ വളരെ റയറായാണ് 4 അഭിപ്രായം. 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ തന്നെ 4 അഭിപ്രായം എന്നല്ല അതിനർത്ഥം. പക്ഷേ സുബഹി നിസ്കാരത്തിന്റെ ഖുനൂത്തില് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അന്നത്തെ ദിവസം അബൂ ഹനീഫ ഇമാമിന്റെ ഇജ്തിഹാദിനോട് യോജിച്ച് അന്ന് സുബഹിക്ക് ഖുനൂത്ത് ഓതിയില്ല. അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചു, എന്താ ഓതാത്തെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അദബൽ അബീ ഹനീഫ. അബൂ ഹനീഫ ഇമാം അവിടെ കിടക്കുമ്പോ മൂപ്പരുടെ ഇജ്തിഹാദ് ഞാൻ തഖ്ലീദ് ചെയ്യലാണ് അദബ് എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഉസ്താദല്ല, ഉസ്താദിന്റെ ഉസ്താദാ. അബൂ ഹനീഫ ഇമാമിന്റെ ശിഷ്യനാണ് ഇമാം മാലിക്. ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാമുന ശാഫിഈ. അതായത് ആ ഗുരു ബന്ധങ്ങളുണ്ട്, ഡയറക്റ്റായും ഇൻഡയറക്റ്റായും അവർക്ക് ബന്ധങ്ങളുണ്ട്. ആ ഗുരുബന്ധം ഗുരുനാഥൻ ആദരിച്ചു. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നില് ദീൻ എന്താണെന്ന് ചോദിച്ചു പഠിക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന ഒരു രംഗമുണ്ട്. കേട്ടിട്ടില്ലേ? വേഷപ്രച്ഛന്നനായി ജിബ്രീൽ വരുന്നു. ഇന്നത്തെ പിള്ളേര് ടീച്ചർ അല്ലെങ്കിൽ അധ്യാപകൻ ഇങ്ങനെ പോകുമ്പോ വായന പബ്ലിക് ഉണ്ടാവും ഇങ്ങനെ, അല്ലേ? സാറേ സമയം എന്തായി അല്ലേ? ഒരതപ്പൂല്ല. ഒരു കോളേജിലൊക്കെയാണ് ഇപ്പൊ നോക്കോ വേണ്ട. ഈ സാറന്മാരിപ്പൊ കമ്പനിയാണ്. എന്താണെന്നറിയോ? അല്ലാതെ നടക്കൂല. കമ്പനി കൂടലല്ലാതെ ഇവറ്റകളെ കൊണ്ട് നടക്കൂല. ഈ പിള്ളേർക്ക് ആ ആദരവ് കൊടുക്കാൻ കഴിയില്ല. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു വിദ്യാർത്ഥിയെ പോലെ വരികയാണ്. ലോകത്തിന്റെ ചക്രവർത്തിയുടെ മുന്നിലേക്ക് വരുന്നു. ഗുരുനാഥനായി മാറുകയാണ് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ ഈ പറയാൻ പോകുന്ന സംഭവമല്ലാത്ത ബാക്കി എല്ലാ സന്ദർഭത്തിലും ജിബ്രീലിന്റെ ശിഷ്യനാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയുടെ ശിഷ്യനാണ്. സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാ ഹദീസിന്റെ കിതാബുകളിലും മിക്കവാറും കാണുന്ന ഒരു ഹദീസാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സദസ്സിലിരിക്കുമ്പോ കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജാഅ റജുലുൻ. ഒരാൾ വന്നു. ആ പരിചിതനാണ്. ശദീദു ബയാദി സൗബി. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ വെളുപ്പ് നല്ല വെളുപ്പാണ്.
ശദീദ് സവാദി ശഅരി റഅസി, അദ്ദേഹത്തിന്റെ തലമുടിക്ക് നല്ല കറുപ്പ്, വസ്ത്രത്തിന് നല്ല വെളുപ്പ്. അങ്ങനത്തെ ഒരാൾ വന്നു. ലാ യുറാ അലൈഹി ആഥറു സഫരി, ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന ക്ഷീണമൊന്നും അയാളിൽ, ഒരു മുഷിച്ചലൊന്നും കാണുന്നില്ല. അയാള് വന്നിട്ടോ വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, മുമ്പ് ഒരാളും ഞങ്ങളുടെ കൂട്ടത്തിൽ ആ വന്നയാളെ കണ്ടിട്ടുമില്ല, അറിയാനും പറ്റൂല, ആർക്കും അറിയില്ല ഇയാൾ ആരാ, മുമ്പൊരു പരിചയവുമില്ല. അങ്ങനത്തെ ഒരു അപരിചിതൻ മുത്ത് നബിയുടെ സദസ്സിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിക്കാൻ വന്നതാണേ. പഠിക്കാൻ വഴി സ്വഹാബികളാ പഠിച്ചു ചോദിച്ചു പഠിക്കുന്ന കാര്യങ്ങളെ പഠിപ്പിക്കലും കൂടി ഉണ്ട്. ഒരു ഗുരുനാഥന്റെ മുന്നിലേക്ക് വരികയാണ്. വേഷപ്രച്ഛന്നനായി ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ, ഇനി കേട്ടോളൂ ഹദീസ്. ഫഅസ്നദ ഫജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ അടുത്ത് വന്നിരുന്നു. എന്നിട്ടോ ഫഅസ്നദ റുക്ബതഹു ഇലാ റുക്ബതിഹി, മുട്ട് മടക്കിയിരുന്നു. ചില ആൾക്കാരുണ്ട് ചമ്പ്രം പടിഞ്ഞിരിക്കും, അങ്ങനെ ഒരു ഇരുത്തുണ്ടല്ലോ, ചമ്പ്രം പടിഞ്ഞിരിക്കാന്നൊരു ഊണിക്കാനിരിക്കുക, എന്നിട്ട് ദ്വാരക്കാണ് അല്ലാഹുവേ പടച്ചോനെ തരണേ, എന്തെന്നാ അവിടെ കൊടുത്തിട്ടേക്കാം, അവിടെ നിങ്ങൾ ചോദിക്കാം. ചമ്പ്രം പടിഞ്ഞിരുന്നിട്ട് ഊണ് കഴിക്കണ മാതിരി ഇരിക്കണം ദ്വാരക്കാൻ, അതപ്പന്റെ ഇരുത്തല്ലത്. ഇങ്ങോട്ട് തന്നെ അല്ല, ഞാനവിടെ തന്നേൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ഇങ്ങോട്ട് താട്ടെ. പടച്ചോനോട് അങ്ങനെ ചോദിച്ചാൽ കിട്ടോ? അത്തഹിയാത്തിലിരിക്കുന്ന ആ ഇരുത്തത്തിനൊരു അതബുണ്ട്. ആ ഇരുത്തമാണ് ജിബ്രീൽ അലൈഹിസ്സലാം വേഷപ്രച്ഛന്നനായി വന്ന് മുത്തുനബിയുടെ മുന്നിലിരിക്കുക. അപ്പോഴാണ് മുട്ടുകാലിനോട് മുട്ടിക്കാൻ പറ്റൂ. പറയുന്നു ഫഅസ്നദ റുക്ബതഹു ഇലാ റുക്ബതിഹി, മുട്ടുകാലിനോട് മുട്ടിച്ചു വെച്ചു. അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഇരുന്നു. ഗുരുനാഥന്റെ മുന്നിൽ ശിഷ്യൻ അങ്ങനെ ഇരിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യ് തുടയുടെ മുകളിൽ വെച്ചു. എന്നിട്ടോ മുത്തുനബിയോട് ചോദിക്കാം, ചോദിച്ചു പഠിക്കാൻ. എന്താണ് ഇസ്ലാം, എന്താണ് ഈമാൻ, എന്താണ് ഇഖ്ലാസ്, എന്താണ് ഖിയാമത്ത് നാള്, എന്നാ സംഭവിക്കുക, അതിന്റെ അടയാളം എന്താ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചു. അവസാനം ചോദിച്ചു, മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്, എന്താണ് ഇഹ്സാൻ? ഇങ്ങനെ ചോദിച്ചു പഠിക്കാനുള്ളത് ഒരു വിദ്യാർത്ഥി വന്നാൽ അധ്യാപകന്റെ മുന്നിൽ എങ്ങനെ ഇരിക്കണമെന്ന് സ്വഹാബത്തിന്റെ മുന്നിൽ കാണിച്ചു കൊടുത്തു. ആ ഇരുത്തത്തിന് പോലും ഒരു അദബിന്റെ ശൈലിയുണ്ട്. മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ഇനി കാണാം സ്വഹാബികൾ പരസ്പരം ചെയ്തത് നോക്കൂ. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാം, ഇബ്നുൽ ബിത്താൽ തങ്ങളുടെ ശറഹിൽ കാണാം. മഹാനവറുകൾ പറയുകയാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയ, ഒരുപാട് അറിവുള്ള സ്വഹാബിയ, അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബമാണ്. ഇബ്നു അബ്ബാസ് തങ്ങളാണ്, നബി കുടുംബം തങ്ങളാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നല്ല അറിവുള്ള സ്വഹാബിയാണ്. പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ തഫ്സീർ മഹാനവറുകൾ പറയുന്ന തഫ്സീറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, അഖദ ബിരികാബി സയ്യിദ് ബിൻ സാബിത്ത്, മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പണ്ഡിതനാണ്, സയ്യിദ് ബിൻ സാബിത്തും പണ്ഡിതനാണ്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പ്രായമുണ്ട്, പാണ്ഡിത്യമുണ്ട്, പ്രായമുണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഒരു കുതിരപ്പുറത്ത് വരുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ സ്വീകരിക്കാനുണ്ട്. സയ്യിദ് ബിൻ സാബിത്തിന്റെ കുതിരയെ കണ്ടപ്പോ നബി കുടുംബത്തിലെ തങ്ങളുകുട്ടി മഹാനായ സയ്യിദാണ് ഇബ്നു അബ്ബാസ്. മഹാഗുരു സയ്യിദ് ബിൻ സാബിത്ത് എന്ന മുതിർന്ന സഹാബി വരുമ്പോ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നിട്ട് ആ കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച് കുതിരയെ ആനയിച്ചു കൊണ്ടുവരുന്നു. ഇത് കണ്ടപ്പോ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തഫഅൽ യബ്ന അമ്മി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന്റെ സഹോദരന്റെ മോനല്ലേ, മോനെ ഇബ്നു അബ്ബാസ് അങ്ങനെ ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ല മോനെ റളിയല്ലാഹു അൻഹു. അപ്പൊ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന നബി കുടുംബത്തിലെ അംഗം സയ്യിദ് അവറുകൾ പറയുകയാണ്, ഫഖാല ഹകദാ അമറനാ അൻ നഫഅല ബിഉലമാഇന, ഞങ്ങളുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരെ ഇങ്ങനെ ആദരിക്കണം, അവരൊരു സദസ്സിലേക്ക് വരുമ്പോൾ അവരെ ആനയിച്ചു കൊണ്ടുപോകണം, അത് പണ്ഡിതന്മാരോടുള്ള അദബ് അങ്ങനെയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ്.
അപ്പൊ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അത് കേട്ടു. പണ്ഡിതനായതുകൊണ്ട് ബഹുമാനിച്ചതാണ്. മഹാനവറുകൾ കുതിരയുടെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് കുതിരയുടെ മുകളിൽ നിന്ന് മഹാപണ്ഡിതനായ സയ്യിദ് ഇബ്നു സാബിത്ത് എന്ന മുതിർന്ന സഹാബി താഴെ ഇറങ്ങിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന ഈ ചെറിയ സഹാബിയുടെ തങ്ങൾ അവരുടെ നബി കുടുംബത്തിലെ അംഗത്തിന്റെ കയ്യങ്ങ് പിടിച്ചു. എന്നിട്ട് നബി കുടുംബത്തിലെ അംഗമായ ഈ തങ്ങൾ കുട്ടിയുടെ കയ്യ് മുത്തി, സയ്യിദിന്റെ കയ്യ് മുത്തി. അപ്പൊ ഈ സയ്യിദായ തങ്ങളുട്ടി പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ട് സഹാബികളുണ്ടോ, അങ്ങനെ ചെയ്യില്ലേ, എന്റെ കൈ മുത്തല്ലേ. അപ്പൊ മഹാപണ്ഡിതനായ കുതിരപ്പുറത്ത് നിന്നിറങ്ങിയ മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് പറഞ്ഞു, നബി കുടുംബത്തിൽപ്പെട്ട സയ്യിദന്മാരെ ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ കൈ മുത്തണമെന്ന ഞങ്ങളെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. സയ്യിദിന ആലിമു മുത്തി. അതാണ് അദബ്. അപ്പൊ നമ്മളിപ്പോ കുറെ നാള് കൊണ്ട് ഇസ്ലാം ഞങ്ങൾ നിന്ന് ശരിയാക്കാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പൊ ഇവിടെ കൊണ്ടേ കളയൂന്ന ഞാൻ ആലോചിക്കുന്നത്. സയ്യിദിന്റെ കയ്യുമുത്തിയത് ചെറിയ കുട്ടിയാണേൽ പോലും ബഹുമാനിക്കേണ്ടവരെ അർഹമായ പരിഗണനയിൽ ബഹുമാനിക്കണം. ഈ രീതിയിലാണ് ഇസ്ലാമിക അധ്യാപനങ്ങളുള്ളത്. മഹാനായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് റബീഅ റളിയല്ലാഹു അൻഹു. ഇമാം റബീഅ റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രമുഖ പണ്ഡിതനാണ്. ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. കേട്ടോളൂ, മഹാനായ ഇമാം റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി മജ്തറഅതു അശ്റബുൽ മാ, എനിക്ക് വെള്ളം കുടിച്ചാൽ ഇറങ്ങൂല. ഇമാം ഷാഫിഈ എന്റെ നേരെ നോക്കുന്നു എന്നാൽ ഒരു വെള്ളം കുടിക്കാൻ ഞാൻ പാത്രത്തിൽ വെള്ളം എടുത്ത് എന്റെ ചുണ്ടിൽ വെച്ചാൽ ആ വെള്ളം കുടിച്ചേർക്കാൻ എനിക്ക് പറ്റൂല. ഇമാം ഷാഫിഈ എവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? മഹാനായ താബിഈങ്ങളിലെ പ്രമുഖ പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യൻ റബീഅ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം ഷാഫിഈ എന്റെ നേരെ നോക്കിയപ്പോ എനിക്ക് വെള്ളം ഇറങ്ങൂല, വെള്ളം കുടിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? ഹൈബത്തല്ലഹു, ഇമാം ഷാഫിഈ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട്. അദബായിരുന്നു. ഗുരു ശിഷ്യ ബന്ധങ്ങളിലെ അദബ് അങ്ങനെയായിരുന്നു. ഒരു സംഭവം പറയാട്ടോ, രസകരമായൊരു സംഭവം പറയാം. മഹാനായ ഖലീഫ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണല്ലോ. അബ്ബാസിയ ഭരണകർത്താക്കളിൽ പ്രമുഖനായ ഭരണകർത്താവും സൂക്ഷ്മതശാലിയും ദിവസവും 100 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുകയും പരിശുദ്ധ ഖുർആൻ ദിനേന ഖത്മ് തീർക്കുകയും ചെയ്ത മഹാനാണ് ഖലീഫ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതനായ നമ്മുടെ നേതാവ്. മഹാനവറുകൾ ഇമാം ഖസാഇ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച മഹാനാണ്. ഇമാം ഖസാഇ എന്ന് പറയുന്ന അറബി വ്യാകരണത്തിൽ അറബി ഗ്രാമറിലെ ഇമാം എന്ന പദവിയിലുള്ള അറബി ഗ്രാമറിന്റെ ഇമാം എന്നറിയുന്ന ഇമാം ഖസാഇ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു പ്രമുഖ പണ്ഡിതനാണ്. താരീഖ് ബഗ്ദാദ് എന്ന ഗ്രന്ഥം അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണാം. കേട്ടോട്ടോ, മഹാനായ ഇമാം ഖസാഇ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖലീഫ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരി രാജാവ് ജീവിച്ചിരുന്നത്. മഹാനായ ഖസാഇ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഖലീഫ ഹാറൂൻ റഷീദ് അദ്ദേഹത്തിന്റെ 2 മക്കളായ അമീൻ എന്ന മോനെയും മഅ്മൂൻ എന്ന മോനെയും, 2 ആൺമക്കളാ. മൂത്താളുടെ പേര് അമീൻ, രണ്ടാമത്തെ ആളുടെ പേര് മഅ്മൂൻ. ഖലീഫയുടെ 2 മക്കളാ, ഭരണാധികാരിയുടെ 2 മക്കളാ. അമീനെയും മഅ്മൂനിനെയും ഈ ചരിത്രം വേറെ രൂപത്തിലും ഉദ്ധരിച്ചിട്ടുണ്ട്. പല കിതാബുകളിൽ അങ്ങനെയും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അമീൻ എന്ന ഈ മകൻ അദ്ദേഹത്തിന്റെ മക്കളെയാണ് ഇതുപോലെ പഠിക്കാൻ കൊണ്ടാക്കിയെന്ന് ചില ഉദ്ധരണിയിൽ കണ്ട്. ഏതായാലും ഈ ഉദ്ധരണി പറയാം. ഖലീഫ ഹാറൂൻ റഷീദ് എന്ന ഭരണാധികാരിയുടെ 2 മക്കള്, ഒരാളുടെ പേര് അമീൻ, രണ്ടാമത്തെ ആളുടെ പേര് മഅ്മൂൻ. ഈ 2 മക്കളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കാലഘട്ടത്തിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം ഖസാഇ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു കൊടുത്തു. അദബ് പഠിപ്പിക്കാൻ, നഹ്വ് പഠിപ്പിക്കാൻ കൊണ്ടേൽപ്പിച്ചു.
എന്നിട്ടോ ഇമാം കസാഇ റളിയല്ലാഹു അൻഹു കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാം, ഒരുപാട് മക്കളുണ്ട്, ദർസ് നടത്തിക്കൊണ്ടിരിക്കാം. കസാഇ ഇമാം പെട്ടെന്ന് ദർസ് നിർത്തി എണീറ്റ് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഫഅറാദ യൗമൻ അൽ ഇൻസിറാഫ അൻഹുമാ, ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞൊന്ന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പുറത്തേക്ക് പോകണമെങ്കിൽ ഇൽമിന്റെ മജ്ലിസിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകണമെങ്കിൽ ചെരുപ്പിടണം. ചെരുപ്പിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴേക്കും ബഹുമാനനായ ഉസ്താദ് അവറുകൾ ഇമാം കസാഇ റളിയല്ലാഹു അൻഹു ചെരുപ്പെടുക്കാനാ പോകുന്നതെന്ന് കണ്ടപ്പോഴേക്കും ഫബത്തദറാ ഇലാ നഅലിഹി, രാജാവിന്റെ 2 മക്കള് അമീൻ എന്ന കുട്ടിയും മഅ്മൂൻ എന്ന കുട്ടിയും ഓടിപ്പോയി ഇലാ നഅലിഹി, ഉസ്താദിന്റെ ചെരുപ്പെടുക്കാൻ പോയി. എന്തിനാൽ യുഖദ്ദിമാഹു, ഈ ചെരുപ്പ് ഞാൻ ആദ്യം കൊണ്ടുപോയി കൊടുക്കുമെന്ന തീരുമാനത്തിൽ ഒരാള്, മറ്റേ ആള് പറഞ്ഞ നീ ഇവിടെ നിൽക്ക്, ഞാനാ കൊണ്ടുപോയി കൊടുക്കുന്നത്. 2 ആളും കൂടി തർക്കമായി, ജ്യേഷ്ഠനും തർക്ക. 2 ആളും രാജാവിന്റെ മക്കളാണ്. രാജാവ് ചെറിയ രാജാവ് എന്നല്ല, വലിയ മഹാനായ രാജാവാണ്. അബ്ബാസിയ ഭരണകൂടത്തിലെ ഏറ്റവും സൂക്ഷ്മതശാലിയും പ്രമുഖനും പ്രധാനിയും അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച വലിയ കുത്തുബുമാണ് രാജാവ് ഖലീഫ ഹാറൂൻ റഷീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് 2 മക്കളാ, 10 ഗുണം 10 ഗുണ. ഓടി ചെന്നിട്ട് 2 പേരും കൂടി ചെരുപ്പിന് വേണ്ടി തല്ലായി, തർക്കമായി. അവസാനം അവര് തന്നെ അവിടെ ഒരു തീരുമാനം എടുത്തു. പതുക്കെ പറയാണ്, നീ വിടറ ഞാൻ. 2 ആളും കൂടിയിട്ട് ചെരുപ്പ്, ഉസ്താദ് കേൾക്കും, ഒച്ചല് പറയാനും പാടില്ല, ഉറക്കന് പറയാൻ പാടില്ല, ശബ്ദം ഉയർത്തി പറയാൻ പാടില്ല. ഉസ്താദ് കേൾക്കും, അത് ഉസ്താദ് മനസ്സിലാക്കി. അവസാനം പെട്ടെന്ന് തന്നെ അവിടെ ഒരു മസലഹത്തുണ്ടായാലും ഉസ്താദ് ചെരുപ്പ് എന്ന് ചോദിക്കുമ്പോഴേക്കും ആ പ്രശ്നമാവുമല്ലോ. ഉസ്താദ് ചെരുപ്പ് ഇടേണ്ട ടൈം ആയപ്പോഴേക്കും അവര് തീരുമാനം എടുത്തു. എന്താ തീരുമാനം? എന്തായിരിക്കും തീരുമാനം? 2 ആളും ഓരോന്ന് കൊണ്ടുപോയി കൊടുക്ക. അപ്പൊ തന്നെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വലത്തെ കാലയിലായിരിക്കുമല്ലോ ആദ്യം കൊണ്ടുപോയി കൊടുക്കണ്ടേ, വലത്തെ കാലയിലാണല്ലോ ആദ്യം ഇടാ, അതാരും കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഒരു തർക്കായി. വേഗത്തില് ഉസ്താദിനോടുള്ള അദബ് മാനിച്ച് 2 ആളും അഡ്ജസ്റ്റ് ചെയ്തു. 2 ആളും മസ്ലഹത്തിലായി. ഓരോ ചെരുപ്പും ഓരോരുത്തരും കൊണ്ടുപോയി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2 ആളും മസ്ലഹത്തായി വേഗം കൊണ്ടുപോയി കൊടുക്കാണ്. ഈ ഖലീഫ ഹാറൂൻ റഷീദിന് ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം നിരീക്ഷിക്കുന്ന എല്ലായിടത്തും അദ്ദേഹത്തിന്റെ ഓരോ പട്ടാളക്കാരുണ്ട്. ഈ വാർത്ത അവിടെ എങ്ങനെയോ സ്പ്രെഡായി. പട്ടാളക്കാരൻ മുഖേന രാജാവ് പിതാവ് അറിഞ്ഞു. 2 മക്കള് ഉസ്താദിന്റെ ചെരുപ്പെടുത്തു. നമ്മുടെ ഭാഷ പറഞ്ഞ അങ്ങേരെ എന്റെ കൊച്ചിനെ കൊണ്ട് ചെരുപ്പ് പിടിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലെ. ഖലീഫ ഹാറൂൻ റഷീദ് ഈ വാർത്ത അറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ ഫലമ്മാ നമൽ ഖബറു ഇല റഷീദ് തവജ്ജഹ ഇലൽ കസായി. ഖലീഫ ഹാറൂൻ റഷീദ് ഈ വാർത്ത അറിഞ്ഞ് പ്രിയപ്പെട്ട മഹാഗുരുനാഥൻ കസായി ഇമാമിനെ കാണാൻ വേണ്ടിയിട്ട് വന്നു. വന്നിട്ട് പുറത്തിരുന്നു. ഖലീഫ ആളെ പറഞ്ഞയച്ചു. അങ്ങേക്ക് സൗകര്യമുണ്ടെങ്കിൽ ഒന്ന് മുഖം കാണിച്ചാലും. ഇമാം കസായി എന്നവരെ, ഇമാം കസായി ഖലീഫ വന്നെന്നറിഞ്ഞപ്പോ ഇറങ്ങി വന്നു. തിരിച്ചു ബഹുമാനിച്ചു. സാധാരണ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലത്, അമീറുൽ മുഅ്മിനീൻ, രാജ്യം ഭരിക്കുന്ന ഖലീഫ, അള്ളാന്റെ വലിയ വലിയ മഹാൻ ഖലീഫ ഹാറൂൻ റഷീദിന്റെ അടുത്തേക്ക് ഇമാം കസായി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നപ്പോ ഖലീഫ ഹാറൂൻ റഷീദ് ചോദിക്കുന്നുണ്ട്, ഒരു ചോദ്യമുണ്ട്. ഫലമ്മാ ദഖല അലൈഹി ഖാല ലഹു മൻ അഅസ്സു നാസ്. ബഹുമാനപ്പെട്ട ഗുരുനാഥൻ അവറുകളെ, ഇമാം കസായി എന്നവരെ ഞാൻ ചോദിക്കട്ടെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഏറ്റവും വലിയ ആത്മാഭിമാനമുള്ള ഇസ്സത്തുള്ള പ്രതാപിയായ ഏറ്റവും മഹാനായ ആള് ആരായിരിക്കുമെന്നൊന്ന് പറയാൻ പറ്റുമോ? മഹാനായ ഖലീഫയുടെ മുന്നിൽ ഇമാം കസായി റളിയല്ലാഹു അൻഹു മറ്റൊന്ന് ആലോചിക്കാതെ വേഗം തന്നെ പറഞ്ഞു, ലാ അഅലമു ഗൈറ അമീരുൽ മുഅ്മിനീൻ. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏറ്റവും വലിയ മഹാൻ ഖലീഫ അങ്ങ് തന്നെയാ. ഏറ്റവും വലിയ മഹാൻ, സൂക്ഷ്മത കൊണ്ടും അധികാരം കൊണ്ടും ഏറ്റവും ആദരണീയൻ അങ്ങ് തന്നെയാ. ആര് പറയാണ്? ഇമാം കസായി റളിയല്ലാഹു അൻഹു പറയാണ്. ഖലീഫ പറഞ്ഞു, അല്ല, ഞാനല്ല. ഏറ്റവും ആദരണീയൻ ആരാണെന്നറിയുമോ? മൻ, ഒരാളാണ്. അയാളുടെ പ്രത്യേകത എന്താ? ഇദാ നഹല, അദ്ദേഹം ഒന്ന് എണീറ്റ് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തഖാത്തല അലാ തഖ്ദീമി നഅലിഹി,
ചെരുപ്പ് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി രണ്ട് കുട്ടികൾ ഓടിപ്പോയി പരസ്പരം യുദ്ധം ചെയ്യുന്നത് ഏതൊരു ഉസ്താദിന് വേണ്ടിയാണ്? ആ ഉസ്താദാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ മഹാൻ. അതായത് മക്കള് ചെരുപ്പെടുത്ത വിഷയം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്റെ മക്കൾ അങ്ങനെ യുദ്ധം ചെയ്ത് ചെരുപ്പെടുക്കുന്നതോട് അഭിപ്രായ വ്യത്യാസമായി തല്ലുകൂടുന്ന ഒരു അവസ്ഥ വരെ എത്തിയെങ്കിൽ അത് ഏതൊരു ഉസ്താദിന് വേണ്ടിയാണ്? ആ ഉസ്താദ് മഹാൻ മാത്രമല്ല, വലിയൻ അഹദൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഈ കാലഘട്ടത്തിലെ വലിയും കുത്തുബുമാണ്. അതങ്ങാണ്. മാത്രവുമല്ല വേഗത്തിൽ തന്നെ തർക്കം മസ്ലഹത്തായി രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്ത് വേഗം ആ ചെരുപ്പിന്റെ ഇടയിലുണ്ടായ തർക്കം ആരും അറിയാതെ ഒളിച്ചു വെച്ച് കൊണ്ടുവന്നതും ഉസ്താദിന്റെ മഹത്വം തന്നെയാണ്. അല്ലെങ്കിൽ അത് കാലങ്ങളോളം ഒരു വഴക്കായിട്ട് നിൽക്കും. അതൊരു മഹാനായ മനുഷ്യന് മാത്രമേ കഴിയൂ. അത് അങ്ങയുടെ ചെരുപ്പായതുകൊണ്ട് ആ തർക്കം വേഗം അവസാനിച്ചത് അങ്ങ് മഹാനായതുകൊണ്ടാണ്. ഇനി കേട്ടോളൂ, ഇമാം ഖസായി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഖലീഫയോട് പറഞ്ഞു, മക്കൾ അങ്ങനെ ചെയ്തതിൽ ഞാൻ അവരെ തടയുമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ പേടിച്ചത് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി വീഴുമോ എന്ന് പേടിച്ചത് കൊണ്ട് ഞാൻ മിണ്ടിയില്ല. അല്ലെങ്കിൽ രണ്ടാൾ എടുക്കേണ്ടത് ഞാൻ പറഞ്ഞേനെ. മാത്രമല്ല അവരുടെ ഒരു ആഗ്രഹത്തെ ഞാൻ കെടുത്തിക്കളയലും അവിടെ സംഭവിച്ചേനെ. ഞാൻ അതുകൊണ്ട് മക്കളെ എടുക്കാൻ പോയപ്പോ തടയണം എന്ന് എനിക്കുണ്ടായിരുന്നു എന്ന് ഇമാം ഖസായി ചെരുപ്പ് എടുക്കാൻ പോയ മക്കളെ പറ്റി വാപ്പയായ ഭരണാധികാരിയോട് പറഞ്ഞപ്പോ ഭരണാധികാരി പറഞ്ഞത് എന്തെന്നറിയോ? ലൗ മനഅതഹുമാ ദാലിക, എന്റെ മക്കൾ അങ്ങയുടെ അടുത്ത് അറിവ് പഠിക്കുന്നവരാ, അവരാ ചെരുപ്പെടുക്കാൻ പോയതെങ്ങാനും ബഹുമാനപ്പെട്ട ഇമാം അവറുകളെ അങ്ങ് തടഞ്ഞിരുന്നുവെങ്കിൽ അങ്ങക്ക് ഞാൻ ശിക്ഷ തന്നേനെ. എന്റെ മക്കള് ഗുരുത്വത്തിന് വേണ്ടി പോയതാ, അത് തടയാൻ ഗുരുവേ അങ്ങേക്ക് അനുവാദമില്ല, അങ്ങയെ ഞാൻ ശിക്ഷിച്ചേനെ. മാത്രവുമല്ല അങ്ങയെ ഞാൻ ശിക്ഷിച്ചേനെ മാത്രവുമല്ല അങ്ങ് ആ ചെരുപ്പെടുക്കൽ തടഞ്ഞു എന്നത് ഒരു കുറ്റമായി ഞാൻ പ്രഖ്യാപിച്ചേനെ. ഗുരുനാഥന്റെ ചെരുപ്പ് രാജാവിന്റെ മക്കൾക്കും എടുക്കണം, അത് അവർക്ക് നിഷേധിക്കലായി പോവും. രാജാവിന്റെ മക്കളായതുകൊണ്ടല്ലേ നിങ്ങൾ തടയാൻ പോയത്? രാജാവിന്റെ മക്കളാണെങ്കിൽ എന്താ, ഗുരുനാഥന്റെ ചെരുപ്പ് മറ്റു കുട്ടികൾ എടുക്കുമ്പോൾ തന്നെ എടുക്കണം. അത് രാജാവിന്റെ മക്കൾക്ക് ഗുരുത്വം കിട്ടാനുള്ള അവരുടെ അവകാശമാണത്. അത് ബഹുമാനപ്പെട്ട ഇമാമെ അങ്ങ് തടയാൻ പാടില്ല. ഇനി കേട്ടോളൂ, എന്റെ മക്കള് രണ്ടുപേര് പിൽക്കാലത്ത് രാജ്യം ഭരിക്കേണ്ടവരാ. എന്റെ രണ്ട് മക്കൾ ആ ചെരുപ്പെടുത്തതിന്റെ പേരിൽ അവർക്കൊരു കുറവും വന്നിട്ടില്ല. രണ്ടുപേരുടെയും പദവി കൂടിയിട്ടുണ്ട് ഗുരുനാഥൻ അവറുകളെ. അവരുടെ തിളക്കം കൂടിയിട്ടുണ്ട്. എന്റെ മക്കള് വലുതായിട്ടുള്ളൂ, ചെറുതായിട്ടില്ല എന്ന് ഖലീഫ വന്നുകൊണ്ട് നേരിട്ട് വന്ന് ഇമാം ഖസായിയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ അവതരിപ്പിച്ചു. മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. താരിഖ് ബഗ്ദാദിൽ ഇതിന്റെ മറ്റൊരു ഉദ്ധരണി നമുക്ക് കാണാം. അപ്പൊ അത്രത്തോളം ഗുരുഭക്തി നിർബന്ധമാണ്. ഒരു സംഭവം കൂടി പറയാം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, മാ സല്ലൈതു സ്വലാത മുൻദു മാത ഹമ്മാദ്. 70ഓളം സ്വഹാബികളിൽ നിന്നും ദീന് പഠിച്ച മഹാനാണ് അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു. 4000 സ്വഹാബികള് ഇസ്ലാം പ്രബോധനം ചെയ്ത മണ്ണാണ് അബൂ ഹനീഫ ഇമാമിന്റെ നാട്. അതിൽ 70 സഹാബികളെ അബൂ ഹനീഫ ഇമാം കണ്ടിട്ടുണ്ട്, അവരിന്ന് ദീന് പഠിച്ചിട്ടുണ്ട്. മഹാനവറുകളുടെ ഒരു പ്രധാന ഗുരുനാഥനാണ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു. ഇമാം അബൂ ഹനീഫയുടെ പ്രധാന ഗുരുനാഥനാണ് ഹമ്മാദ് റളിയല്ലാഹു അൻഹു. ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അബൂ ഹനീഫ ഇമാം എന്ന മഹാപണ്ഡിതൻ, ലോക പണ്ഡിതൻ പറയാ, ഞാൻ ഏതെങ്കിലും ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ടോ? എന്റെ ഉസ്താദിന്റെ മരണശേഷം ഞാൻ നിസ്കരിച്ചിട്ടുള്ള സർവ്വ നിസ്കാരങ്ങൾക്ക് ശേഷവും എന്റെ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഞാൻ നിസ്കാര ശേഷം ദുആ ചെയ്യൽ പതിവുണ്ട്. പ്രിയപ്പെട്ട ഗുരുനാഥൻ ഹമ്മാദ് എന്നവർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായ അന്ന് മുതൽക്ക് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നിസ്കാര ശേഷം ഞാൻ ദുആ ചെയ്യുമ്പോൾ ഉസ്താദിനെയും ചേർക്കാറുണ്ട്. വഇന്നീ ലഅസ്തഗ്ഫിറു ലിമൻ തഅല്ലംതു മിൻഹു ഇൽമൻ ഔ അല്ലംതുഹു.
ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആ ഇൽമിന്റെ ബന്ധത്തിലുള്ള ഗുരു ശിഷ്യ ബന്ധങ്ങളിൽ എന്റെ പ്രാർത്ഥനകൾ മുഴുവനും നിറഞ്ഞു നിന്നിരുന്നു എന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അപ്പൊ ഗുരുത്വമുള്ള മക്കളെ കിട്ടണമെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കണം, മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താ ഗുരുത്വമുള്ള മക്കളെ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ആ സദസ്സിൽ എത്ര ബഹുമാനിച്ചായിരുന്നത്. അതായത് സ്വഹാബികളുടെ ചരിത്രത്തിൽ കാണാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ അമിതമായ ആദരവ് കൊണ്ട് നബിയെ നോക്ക പോലും ചെയ്തിട്ടുള്ള ചില സ്വഹാബികൾ. മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നുണ്ട്, മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട്, വലാ അജല്ല ഫി ഐനയ്യ മിൻഹു വമാ കുതു ഉതീഖു അൻ അംല ഐനയ്യ മിൻഹു ഇജ്ലാലൻ ലഹു വലൗ സുഇൽതു അൻ അസിഫഹു മാ അത്തഖതു ലി അന്നി ലം അകുൻ അംല ഐനയ്യ മിൻഹു. മുത്ത് നബിയെ ഒന്ന് കണ്ട ആളല്ലേ അംർ ഇബ്നു ആസ് താങ്കൾ? റസൂലുള്ളാഹിനെ കണ്ടതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം? അതെ. എങ്ങനെയാ നബിയുടെ തലമുടി, എങ്ങനെയാ നബിയുടെ മൂക്ക്, എങ്ങനെയാ നബിയുടെ ചുണ്ട്? നബിയെ കണ്ട രൂപം ഒന്ന് പറയോ? എനിക്ക് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ മുഖത്തേക്ക് ഞാൻ നോക്കല് തന്നെ പേടിച്ചിട്ടാ. ഹബീബായ നബി നിങ്ങൾ ഇതിൽ ചെയ്യോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല, ബഹുമാനം കൊണ്ട്. അദബായിരുന്നു സ്വഹാബികള്. നബി സദസ്സിലിരുന്നാൽ അവരുടെ തല കുനിച്ചു പിടിച്ചായിരിക്കാം. കുനിച്ചു പിടിച്ചിരിക്കുമ്പോ അവരുടെ ശിരസിന്റെ മുകളിൽ ഒരു കിളി വന്നിരുന്നാൽ കിളി പറന്നു പോകൂല. എന്തേ? തല അനക്കൂല, കുനിച്ചു പിടിച്ചിങ്ങനെ ഇരിക്കാം. മായത്തക്കല്ലമു മിന്നാ മുത്തക്കല്ലിം, ആരും വർത്താനം പറയൂല. നബി സദസ്സിന്റെ പ്രത്യേകത അങ്ങനെ. ആ തൊബറാനിയുടെ മുഅ്ജമിലുണ്ട് ഹദീസ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഗുരുനാഥന്റെ ഗുരുത്വം കിട്ടാൻ ശ്രദ്ധിക്കേണ്ട ചുരുക്കം ചില കാര്യങ്ങളാണിത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളെ ഒക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. നമ്മുടെ ഗുരുനാഥന്മാരുടെ ഗുരുത്വ പൊരുത്തം കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.